ശ്രോതാക്കൾക്കും ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന ക്രിസ്തു, അതാണ് ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷത്തിന്റെ അപര്യാപ്തത ആഗോളതലത്തിൽ വൻ വിപത്തുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും അതിന്റെ ഉപയോഗം ഓരോ ദിവസവും വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. മദ്യപിക്കുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നു. മദ്യവിൽപ്പനയിൽ വൻ വർധനവാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു കണക്ക് കാണുവാൻ ഇടയായി തീർന്നു. 2022 ഡിസംബറിൽ വിറ്റതിനേക്കാൾ 10,64 ലക്ഷം രൂപയുടെ മദ്യം 2023 ഡിസംബറിൽ വിറ്റതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. 10,64 ലക്ഷം രൂപയുടെ മദ്യം 22-നേക്കാൾ 23-ൽ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു മദ്യക്കുപ്പി എടുത്ത് നോക്കിയാൽ മുന്നറിയിപ്പ് കാണുവാൻ കഴിയും, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മുൻകാലങ്ങളിലുള്ള ഒരു മദ്യക്കുപ്പി എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും, മദ്യം വിഷമാണ്, അത് നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കുമെന്ന്. ഈ മാരകമായ മുന്നറിയിപ്പുകൾ കണ്ടുകൊണ്ട് വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും ഒരുപോലെ അത് വാങ്ങി ഉപയോഗിച്ച് അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മദ്യപാനം വരുത്തി വയ്ക്കുന്ന ദുരന്തങ്ങൾ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മദ്യപിച്ച് വീട്ടിലെത്തുന്ന മകൻ അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ ഉപദ്രവിക്കുന്നു, മക്കളെ ഉപദ്രവിക്കുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും തലവേദനയാണ്. എവിടെയാണ് ഇതിനൊരു പരിഹാരമുള്ളത്? അതുപോലെ മറ്റൊരു മഹാദുരന്തമാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഓരോ ദിവസവും കിൻഡൽ കണക്കിന് കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ പിടിക്കപ്പെടുന്നു എങ്കിലും അതിനേക്കാൾ ഉപരിയായി ധാരാളമായിട്ട് വിറ്റഴിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗാൻസ്, പാൻപരാഗ്, മുംബൈ എന്ന് പറയുന്ന വിഷവസ്തുക്കൾ നമ്മുടെ കേരള ഗവൺമെന്റ് നിരോധിച്ചതാണ് എങ്കിൽ പോലും എവിടെയൊക്കെയോ യഥേഷ്ടം ലഭിക്കുന്നു എന്നുള്ളതാണ് കാണുവാൻ കഴിയുന്നത്. കാരണം അതിന്റെ പാക്കറ്റുകൾ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും. സ്കൂളിന്റെ വരാന്തയിലൊക്കെ ചെന്ന് നോക്കിയാലും ഗാൻസിന്റെയും പാൻപരാഗിന്റെയും ഒക്കെ കവറുകൾ പാറി നടക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് അത് വിളിച്ചു പറയുന്നത്? സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും അത് ധാരാളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു മാരകമായ വിപത്താണ് പുകവലി എന്ന് പറയുന്നത്. ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത് നോക്കിയാൽ കാണുവാൻ കഴിയും, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, പുകവലി ഇതിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ചില പാക്കറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പുകവലി നിന്റെ യൗവനത്തിൽ തന്നെ നീ ലോകത്തോട് വിട പറയുവാൻ അത് കാരണമായി തീരുന്നു എന്ന്. ചില പാക്കറ്റ് എടുത്ത് നോക്കിയാൽ പുകവലി ക്യാൻസറിന് കാരണമായി തീരുന്നു. ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇന്ന് ലോകത്തിലുള്ള 82% ക്യാൻസർ രോഗികളും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നടക്കുന്ന റോഡ് അപകടങ്ങളിൽ 72% മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ഉപയോഗം മൂലമാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് ഇതിനൊരു പരിഹാരമുള്ളത്? എന്താണ് ഇതിനൊരു പരിഹാരമുള്ളത്? ഈ മദ്യവും മയക്കുമരുന്നും പുകവലിയും ഒക്കെ തന്നെ യുവതലമുറയെ ഇന്ന് വൻ വിനാശത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകളെങ്കിലും ഞങ്ങളോട് പറയാറുണ്ട്, മദ്യപാനം തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, പുകവലി തെറ്റാണെന്നറിയാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തെറ്റാണെന്നറിയാം, അത് സാമ്പത്തിക നഷ്ടമാണെന്നറിയാം, അത് അനാരോഗ്യത്തിന് കാരണമാണെന്നറിയാം, എന്നാൽ ഞങ്ങൾക്കതിൽ നിന്ന് സ്വയമായിട്ട് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇങ്ങനെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നേർച്ച കാഴ്ചകൾ അർപ്പിക്കാറുണ്ട്, തീർത്ഥാടനങ്ങൾ നടത്താറുണ്ട്, പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്, പുണ്യപ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊന്നും ഞങ്ങളെ മേൽപ്പറഞ്ഞ മാരകമായ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാൻ സാധിക്കുന്നില്ല എന്ന് ദുഃഖത്തോടെ പറയാറുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യൻ
ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത്? പുണ്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ, തീർത്ഥാടനങ്ങൾ നടത്തിയതുകൊണ്ടോ, നേർച്ച കാഴ്ചകൾ അർപ്പിച്ചതുകൊണ്ടോ, പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയതുകൊണ്ടോ ഇങ്ങനെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? വിശുദ്ധ ബൈബിൾ അതിന് മറുപടി പറയുന്നു: മനുഷ്യൻ പാപിയാണ്. മനുഷ്യനിൽ നിഗൂഢമായിരിക്കുന്ന, മനുഷ്യന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന് കിടക്കുന്ന പാപത്തിന്റെ പ്രവൃത്തികളിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, മേൽപ്പറഞ്ഞ മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. എവിടെയാണ് പാപത്തിന് പരിഹാരമുള്ളത്? വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏകദേശം 800 കോടി ആളുകൾക്ക് വിശ്വസിപ്പാനും അംഗീകരിപ്പാനും യോഗ്യമായ ഒരേ ഒരു കാര്യമാണ് 2023 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സ്വർഗത്തിൽ ഇരുന്നവൻ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് ഒറ്റ രാത്രി കൊണ്ട് 5 സ്ഥലത്ത് കൊണ്ടുപോയി 7 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവുമില്ലാത്തവന് ഭയങ്കരനായ കുറ്റവാളിയെ പോലെ ഭാരമേറിയ മരക്കുരിശും കൊടുത്തുകൊണ്ട് യെരുശലേമിന്റെ തെരുവീതിയിലൂടെ റോമൻ സാമ്രാജ്യത്തിന്റെ ഉരുക്ക് നിയമങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പീഡനമുറകൾ അഴിച്ചുവിട്ട് യെരുശലേമിന്റെ തെരുവീതിയിലൂടെ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ റോമൻ പടയാളികളുടെ പ്രകരമേറ്റുകൊണ്ട് കാൽവറിയിലേക്ക് നടന്നെടുത്ത് 2 കള്ളന്മാരുടെ നടുവിൽ 6 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണികളാൽ കർത്താവായ യേശുക്രിസ്തു തൂങ്ങപ്പെടുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് പാപമില്ലാത്തവൻ പാപിയെ പോലെ, കുറ്റമില്ലാത്തവൻ കുറ്റവാളിയെ പോലെ ഇത് സ്വീകരിപ്പാൻ അല്ലെങ്കിൽ സ്വയമായിട്ട് ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നത്? അതിന്റെ പ്രത്യേകമായ കാരണം, പാപത്തിൽ നിബന്ധിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന് പാപിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. കുരുടന് വഴി കാണിക്കുവാൻ കഴിയാത്തതുപോലെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ പാപമില്ലാത്തവന് മാത്രമേ കഴിയുകയുള്ളൂ. പാപമില്ലാത്തവൻ ഭൂമിയിൽ ഇല്ലാത്തത് കൊണ്ട് പരിശുദ്ധനായ ദൈവം ജഡമെടുത്ത് താഴെ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അതാണ് നമുക്ക് കേൾക്കുവാനിടയായി തീർന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പാപപരിഹാര ബലിയിലൂടെ മാത്രമേ ഏതൊരു വ്യക്തിക്കും പാപപരിഹാരം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഒരൊറ്റ പൈസ പോലും മുടക്കില്ലാതെ, ഒരു 5 മിനിറ്റ് പോലും എടുക്കാതെ പാപത്തിന് പരിഹാരം സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുവാനുള്ളത്. ഈ മേൽപ്പറഞ്ഞതായ മാരകമായ വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗമാണ് പാപങ്ങൾ ഏറ്റുപറയുക എന്നുള്ളത്. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു: നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കർത്താവായ യേശുക്രിസ്തു നീതിമാനും വിശ്വസ്തനുമാണ്. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ സകല മാനവകുലത്തിന്റെയും രക്ഷയ്ക്കു വേണ്ടി, പാപത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ആ യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിച്ചു തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മേൽപ്പറഞ്ഞ മഹാവിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം പാപപരിഹാരമായതുകൊണ്ട് പാപപരിഹാര ബലിയായി തീർന്ന് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട്, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് സമ്മതിച്ചുകൊണ്ട്, എന്റെ പാപത്തിന്റെ കറ കഴുകി വെടിപ്പാക്കുവാനാണ് പാപമില്ലാത്ത യേശുവിന്റെ രക്തം കാൽവരിയിൽ ചൊരിഞ്ഞത് എന്ന് സമ്മതിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ യേശുക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ച്, നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ നീതിമാനും വിശ്വസ്തനുമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം നിയോഗിച്ചിരിക്കുന്ന ഈ ലഘുവായ മാർഗത്തിലൂടെ പാപമോചനം നേടുവാൻ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തിനാണ് പാപമോചനം നേടേണ്ടത്? ഈ പാപത്തിന് പരിഹാരം വന്നു കഴിയുമ്പോൾ, പാപമോചനം നേടിക്കഴിയുമ്പോൾ പാപത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരുന്നു, സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുവാനിടയായി തീരുന്നു, സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന്
വലിയ ഒരു മോചനം, വിടുതൽ ലഭിക്കുവാൻ ഇടയായി തീരുന്നു. അനാരോഗ്യത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന ആ ശരീരം ആരോഗ്യത്തിലേക്ക് മടങ്ങി വരാൻ ഇടയായി തീരുന്നു. അങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മദ്യപാനത്തിൽ നിന്ന് മോചനം നേടിക്കഴിയുമ്പോൾ കുടുംബത്തിൽ സമാധാനം, അതേ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് സമാധാനം, സംഘടനകൾക്ക് സമാധാനം, എല്ലാ വിധത്തിലും ഒരു സമാധാനവും സന്തോഷവും ഉള്ളവനായി തീരുവാനിടയായി തീരുന്നു. അതാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ഞങ്ങൾ ഇത്രയും നാളൊക്കെ ജീവിച്ചു? ചില ആളുകൾ പറയാറുണ്ട്, ഇത്ര വർഷമായി ബീഡി വലിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും എനിക്കൊരു കുഴപ്പമില്ല എന്ന്. ചില ആളുകൾ പറയാറുണ്ട്, മദ്യപിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി എനിക്കിതുവരെയും യാതൊരു കുഴപ്പവുമില്ല എന്ന്. ചില ആളുകൾ പറയാറുണ്ട്, 20-25 വർഷമായി ഈ ഹാൻസും പാൻപരാഗവും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്ന്. ഇതൊക്കെ വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്. എന്നാൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഇതൊക്കെയും നിമിത്തം സൃഷ്ടാവായ ദൈവത്തിന്റെ മുമ്പാകെ ഒരു ദിവസം കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടി വരുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പാപമോചനം അത് സ്വായത്തമാക്കിക്കൊള്ളണമേ എന്ന് വിനയപുരസരം ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിച്ചായി കുടുംബ മൂല്യം തകർന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ നിരാശപ്പെട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് പോലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിക്കുവാൻ കഴിവുള്ള യേശുവിനെ കുറിച്ച് അറിയുവാനിടയായി തീർന്നത്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കേട്ടതായ കാര്യങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അത് അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ, അത് സ്വീകരിപ്പാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തുടങ്ങിയപ്പോൾ വലിയ മാറ്റമുണ്ടാകുവാൻ ഇടയായി തീർന്നു. ആ മാറ്റമാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയുവാൻ ഞങ്ങൾ നിർബന്ധിതരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പാപമോചനം സ്വായത്തമാക്കിക്കൊള്ളണമേ എന്ന് വിനയപുരസരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ പാപമോചനം നേടേണ്ടത്? മനുഷ്യന് ഒരു ആയുസ്സാണ് ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്നത്. ഒരു ആയുസ്, അത് 75-80 വയസ്സാകുമ്പോൾ ലോകത്തോട് വിട പറയുന്നു. എന്നാൽ മരണത്തോടു കൂടെ മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് ഹൈന്ദവ മതം, ഇസ്ലാം മതം, യഹൂദ മതം, ക്രൈസ്തവ മതം ഒക്കെ ഉറപ്പിച്ചും തറപ്പിച്ചും പഠിപ്പിക്കുന്നുണ്ട്. മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ട്. അതിന് സ്വർഗമെന്നും നരകമെന്നും പറയുന്നു, മോക്ഷമെന്നും നരകമെന്നും പറയുന്നു, സുവർഗമെന്നും നരകമെന്നും ഒക്കെ പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള പദങ്ങളിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിൽ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനോട് വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇന്ന് നിന്റെ പ്രാണനെ വിട്ടാൽ നിന്റെ നിത്യത എവിടെ ചിലവഴിക്കും? ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഈ ലോകത്തോട് മരണമെന്ന് പറയുന്ന കരാളഹസ്തമെന്ന് നമ്മെ പിടിച്ചു കഴിഞ്ഞാൽ കുതറിമാറുവാൻ സാധ്യമല്ല. മരണത്തിന് കീഴടങ്ങേണ്ടി വരും. മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങാതിരിപ്പാൻ ആർക്കും സാധ്യമല്ല. പണ്ഡിതനും പാമരനും, ധനവാനും ദരിദ്രനും, പാശ്ചാത്യനും പൗരസ്ത്യനും, കറുത്തവനും വെളുത്തവനും, വിദ്യാസമ്പന്നനും വിദ്യാവിഹീനനും ഒരുപോലെ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. മഹാനായ അലക്സാണ്ടർ ലോകരാജ്യങ്ങൾ പിടിച്ചടക്കി, രാഷ്ട്രങ്ങൾ പിടിച്ചടക്കി, സമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ചു. ആ മനുഷ്യൻ ഒരിക്കൽ തന്റെ അനുയായികളോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ മരിച്ചു കഴിയുമ്പോൾ എന്റെ ശവമഞ്ചത്തിന്റെ 2 ഭാഗത്ത് 2 ദ്വാരമുണ്ടാക്കി എന്റെ 2 കൈകളും പുറത്തേക്ക് മലർത്തി വെച്ച് തെരുവീതിയിലൂടെ എന്നെ കൊണ്ടു നടക്കണമെന്ന്. തന്റെ അനുയായികൾ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഞങ്ങൾ ഇപ്രകാരം ചെയ്യേണ്ടത്? രാജ്യങ്ങൾ പിടിച്ചടക്കി, രാഷ്ട്രങ്ങൾ പിടിച്ചടക്കി, കിടുകിട വിറപ്പിച്ചു, ധാരാളം യുദ്ധങ്ങൾ ജയിച്ചു, ഇതാ വെറും കൈയോടെ പോകുന്നു എന്ന് ലോകമറിയട്ടെ. അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമുണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഏത് അവസ്ഥയിലായാലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ഇവിടെ നിന്ന് നമുക്കൊന്നും കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഒന്നും ആരും തന്നയിക്കുകയില്ല. വെറും കൈയോടെ ഒരു ദിവസം ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത പാതയിലൂടെ പോകേണ്ടി വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മരണം അതോടുകൂടി അവസാനിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളല്ലേ? തീർച്ചയായും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നരകത്തിലേക്ക് തള്ളിക്കളയണം? ദൈവം ക്രൂരനാണോ എന്ന് ചോദിക്കുന്നവർ പോലുമുണ്ട്. അല്ല, ദൈവത്തിന്റെ നീതിയാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ നീതിയാണെന്ന് പറഞ്ഞത്?
ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ പ്രമാണം കൊടുത്തു, ഞാനല്ലാതെ എന്റെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മീതെ ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിനടിയിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത്. നിന്റെ ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കണം. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം ചെയ്യരുത്, നിന്റെ കൂട്ടുകാരന്റെ യാതൊന്നിനെയും മോഹിക്കരുത്. പ്രമാണം കൊടുത്തു. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് പ്രമാണം കൊടുത്തു. ആ പ്രമാണം ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ന്യായവിധി നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ദൈവത്തിന്റെ ഭയാനകമായ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശ്വാസത്താൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് പാപമോചനം നേടുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. പണ്ഡിതനായാലും പാമരനായാലും, കുചേലനും കുബേരനും, കർത്തവനും വെളുത്തവനും, പാശ്ചാത്യനും പൗരസ്ഥനും, ധനവാനും ദരിദ്രനും, ഒരുപോലെ ജാതി മത വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ലാതെ സകല മാനവകുലവും ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടി വരും. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നിസ്സാര വാക്കുകൾക്ക് പോലും കണക്ക് കൊടുക്കേണ്ടി വരുമെങ്കിൽ മനുഷ്യൻ പറഞ്ഞു കൂട്ടുന്ന ടൺ കണക്കിന് ഭാരമുള്ള വാക്കുകൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കാൻ നിൽക്കേണ്ടി വരും. രക്ഷപ്പെടുവാൻ യാതൊരു മരുന്നും ഉണ്ടായിരിക്കുകയില്ല. ആകയാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഈ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ഈ ജീവരക്ഷ പ്രാപിച്ച് നല്ല ഒരു ജീവിതം നയിച്ച് നല്ല ഒരു മരണവും വരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.